ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഓണമാണ്. എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഓണം. ഇന്ന് ഞാനൊരു ചെറിയ വ്ളോഗ് എടുക്കുന്നുണ്ട്. സോ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വ്ളോഗിൽ കാണാം. ഞാനിപ്പോൾ എണീച്ചതേ ഉള്ളൂ. ഇനി കുളിച്ച് നമുക്ക് പൂവിടേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യാം. നമ്മളിന്നലെ രാത്രി തന്നെ എല്ലാം ഉതിർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഡിസൈന് വരച്ചിട്ട് ഇടുക മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വ്ളോഗിൽ കാണാം കേട്ടോ. അപ്പം ഞാൻ കുളിച്ചു. ഇനി നമുക്ക് പൂവിടാം. നമ്മൾ തലേന്ന് തന്നെ ഏത് ഡിസൈൻ ഇടണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള പൂക്കളാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു കാര്യം മറന്നുപോയി, സ്കെച്ച് വാങ്ങിക്കാൻ. അപ്പം ചോക്ക് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ള ചോക്ക് വെച്ച് നമ്മൾ വരയ്ക്കുമ്പം തന്നെ ചില സ്ഥലത്ത് മര്യാദക്ക് അതാവുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ നമ്മൾ ആ ഡിസൈന് വേണ്ടാന്ന് വെച്ച് പകുതിയൊക്കെ വരച്ച് വരുമ്പോഴേക്കിന് ഫുള്ള് കോളമായി. പിന്നെ ഇടുമ്പം നമ്മളങ്ങ് ഒരു പകുതി വരെയൊക്കെ ഓക്കെ ആയിട്ട് ഇട്ടു. പിന്നെ നമ്മളങ്ങ് റൗണ്ടിലിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പം ഫ്ലവേഴ്സ് നിറയെ ഉണ്ടായിരുന്നു, പൂക്കൾ. അതിനനുസരിച്ച് നമ്മൾ ആ ഡിസൈനിന് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് തന്നെ വലിയ പൂക്കളം തന്നെ ഇടേണ്ടി വന്നു. എന്നിട്ടും പൂ നിറയെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ പൂവൊക്കെ ഇട്ടു. അപ്പം നമ്മൾ പൂവൊക്കെ ഇട്ട്, ഇതാണ് എൻ്റെ ഓണക്കോടി. അപ്പം ഇപ്പം നമ്മൾ തറവാട്ടിലേക്ക് പോകാൻ പോകുന്നതാണ്. ഞാനും അമ്മയും ഏകദേശം സെയിം കളറാട്ടോ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഏകദേശം ഈ കളർ ഡ്രസ്സാണ് കൂടുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ എടുക്കാൻ പോയപ്പം. ഫസ്റ്റ് തന്നെ നമ്മളപ്പോൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ടാണ് പിന്നെ ഞങ്ങൾ മാമൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഉർപ്പശിക്കാവ് പോയി. അമ്പലത്തിൽ പോയപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഏകദേശം എൻ്റെ കളറിൻ്റെ ഡ്രസ്സ് തന്നെ നിറയെ പേരിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ഇതാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നു തലശ്ശേരിയേക്കാണ്, മാമൻ്റെ വീട്ടിൽ. ഞാൻ ചെറുപ്പം തൊട്ട് എല്ലാ ഓണവും വിഷു ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നാണ്. കാരണം അവിടെ എല്ലാവരും ഉണ്ടാവും, കസിൻസും ഫാമിലി മെമ്പേഴ്സും അമ്മയുടെ ബ്രദേഴ്സും സിസ്റ്ററും എല്ലാവരും ഉണ്ടാവും. എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കും. ഞാൻ അവിടെ പോകുമ്പം തന്നെ ഓണത്തിൻ്റെ പൂക്കൾ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കൂടി. മുന്നെയൊക്കെ നിറയെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവുമായിരുന്നു കേട്ടോ. ഇപ്പം ചിലരൊന്നും നാട്ടിലില്ല, കുറച്ച് ബിസിയായി പുറത്തൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നും ഈ ഓണത്തിന് ഉണ്ടായിരുന്നില്ല, കുറച്ച് പേര് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ നിറയെ ആളുണ്ടാവുമായിരുന്നു. ഓണത്തിനും വിഷുവിനും ഒക്കെ കസിൻസൊക്കെ ഉണ്ടാവുമായിരുന്നു. ഞാനും ഈ ഓണത്തിനാണ് ഉണ്ടായിരുന്നത്. മുന്നത്തെ ഓണത്തിന് ഞാൻ ഉണ്ടായിരുന്നില്ല നാട്ടിൽ. അപ്പോൾ വന്നപ്പോൾ തന്നെ മാമീനെ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാമിയാണ് ഫുൾ കുക്കിംഗ്. കൂടെ തന്നെ നമ്മുടെ സദ്യയുടെ എല്ലാവർക്കും അറിയായിരിക്കും, മലബാർ സൈഡിൽ എന്തെങ്കിലും ഒരു നോൺ വെജ് ഉണ്ടാവും. അതാണ് ഇന്ന് അയക്കൂറ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് അയക്കൂറ മാത്രമല്ല, നമ്മുടെ സദ്യക്കുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പച്ചടിയും അവിയലും കൂട്ടുകറിയും എല്ലാം ഉണ്ടായിരുന്നു. ഞാനിതൊക്കെ നോക്കി പോകുന്നതിനുള്ളിൽ തന്നെ അവർ ആ ഓണപ്പൂക്കളം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഫൈനൽ ഔട്ട്ലുക്ക്. എനിക്ക് ഓണപ്പൂക്കളം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാമനെ വരച്ചിട്ടുണ്ടായിരുന്നു. മാമ നന്നായിട്ട് വരക്കും. പിന്നെ ഇത് അമ്മയുടെ ചേച്ചിയാണ്, ഞങ്ങൾ മമ്മീന്നാണ് വിളിക്കുന്നത്. അപ്പോഴേക്കും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കസിൻ ശിവ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എൻ്റെ മാമൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെയാണ് എല്ലാവരും കൂടിയിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യല്. എല്ലാ വർഷവും ഓണവും വിഷു എല്ലാം ഇവിടെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ രാവിലെ വന്ന് അപ്പോൾ നമ്മളിവിടെ എല്ലാവരും പൂവിടുന്നതിനും പൂവെല്ലിട്ട് ഇനിയിപ്പോൾ സദ്യ എല്ലാം കഴിക്കണം. ഇവിടെ മലബാർ സദ്യയിൽ നമ്മൾ വെജിറ്റബിൾ മാത്രമല്ല ഉണ്ടാവുക, എന്തെങ്കിലും ഒരു ഫിഷ് ഐറ്റംസ് ഉണ്ടാവും. തലശ്ശേരി കണ്ണൂർ ഭാഗത്ത് അങ്ങനെയാണ്. അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലിരും. വലിയ ഫോട്ടോഷൂട്ടൊന്നുമല്ല, ചെറിയൊരു നമ്മളെ ഫോട്ടോ എടുപ്പും പ്രഹസനമൊക്കെ കഴിയുമ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചോറ് തിന്നാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു സദ്യ കഴിക്കേണ്ടിയിട്ട്. സദ്യ അടിപൊളിയായിരുന്നു. എല്ലാവിധ കറിയും ഉണ്ടായിരുന്നു. പിന്നെ കൂടെ നോൺ വെജും ഉണ്ടായിരുന്നു. നോൺ വെജായിട്ട് ചെമ്മീൻ കറിയും പിന്നെ അയക്കൂറ പൊരിച്ചതും ചെമ്മീൻ ഫ്രൈ ആയിരുന്നു. എനിക്ക് സാമ്പാർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ സാമ്പാർ എടുത്തിട്ടില്ല, ചെമ്മീൻ കറിയും കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി സദ്യയായിരുന്നു. മാമിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം. അപ്പോൾ അവരൊക്കെ കഴിക്കുമ്പോഴേക്കും പായസത്തിൻ്റെ ഇൻചാർജ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പായസം പൊന്തുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ തിളക്കുന്നതിന് നോക്കിയിട്ട് ഇങ്ങനെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പായസമൊക്കെ കുടിച്ചു. ഫാമിലി ആയിട്ട് ഇരുന്ന് കുറച്ച് സംസാരിച്ചു. ഇതിപ്പം ആൾക്കാർക്ക് കുറവാട്ടോ, എല്ലാവരും ഒന്നും ഫാമിലി മെമ്പേഴ്സ് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉള്ളവരൊക്കെ വന്ന് നന്നായി എൻജോയ് ചെയ്തു. അപ്പം നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളൂ. ഞാൻ ഉച്ചയ്ക്ക് ശേഷമുള്ള വ്ളോഗൊന്നും എടുത്തിട്ടില്ല. കാരണം ഉച്ച ഫുഡ് കഴിക്കുന്ന സദ്യ കഴിക്കുന്നവരെല്ലാം വ്ളോഗൊക്കെ എടുത്തതുണ്ട്. പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് ഗെറ്റ് ടുഗെദർ ആയതുകൊണ്ട് തന്നെ സംസാരവും ഇതൊക്കെ അതിന് ശേഷം ഞാൻ അധികം വീഡിയോ എടുത്തിട്ടില്ല. കാരണം അതൊരു കംഫർട്ടബിൾ എല്ലാവർക്കും ആയിരിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അധികം വ്ളോഗൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഉച്ച വരെയുള്ള വ്ളോഗ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ 8 മണിയായി വീട്ടിലെത്താൻ. 8 മണിക്ക് നമ്മളിപ്പോൾ വീട്ടിലെത്തിയതേ ഉള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ, സീ യു.